ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും കുറേ ദിവസങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ പണി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ച ഒരു ക്ലേ ആണ്. ഇനിതാ ഈ ഒരു കുറച്ചും കൂടി തന്നെ ഉള്ളൂ. വീണ്ടും ഞാൻ കുറച്ച് ക്ലേ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴാണ് ആവശ്യം വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയ ക്ലേ കൊണ്ട് ഞാനിതാ ഇനിയിപ്പോൾ ഈ ഒരു കുറച്ച് ക്ലേനെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ കുറേ ദിവസമായി എൻ്റെ ഒരു സ്ക്രീൻഷോട്ടിൽ വന്ന് കിടക്കണുണ്ട്. ഞാൻ എന്ത് കണ്ടാലും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിക്കും, എന്ത് ഉണ്ടാക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതായിക്കോട്ടെ. അപ്പോൾ എൻ്റെ സ്ക്രീൻഷോട്ട് ലിസ്റ്റിൽ തന്നെ ഒരുപാടുണ്ട് ഞാൻ ഉണ്ടാക്കാനും ഉണ്ടാക്കിയതൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടതാണ് ഈ ഒരു സാധനം ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കണ ഒരു പണിയിലാണ്. അപ്പോൾ എൻ്റെ ക്ലേ ഒക്കെ ആദ്യം ഒന്ന് കൂട്ടിക്കുഴച്ച് ഇതേപോലെയൊക്കെ ഒന്നാക്കി അതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണ പണിയിലാണ് ആദ്യത്തെ മെയിൻ ടാസ്ക്. എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ വെറും കവറിലല്ലേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡപ്പ ബോക്സ് അതിലൊന്നുമല്ല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ സാധാ ഒരു നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു കവറിൽ കെട്ടിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു ക്ലേക്ക്. അപ്പോൾ ഞാൻ ആ ഒരു ക്ലേ ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തു. അതെന്താ കാണിക്കാതെ വെച്ചാൽ, അതിൻ്റെ വൈറ്റ് ടേബിളായതുകൊണ്ട് ഞാൻ ഇതിൽ മുന്നേ ഒന്ന് പരത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. അപ്പോൾ ഇത് വെച്ചപ്പോൾ തന്നെ ഏകദേശം ഞാൻ എന്താ ഉണ്ടാക്കണേന്നൊക്കെ നിങ്ങൾക്ക് എൻ്റെ തമ്പലൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വെറുതെ പറയാത്തത്. നമുക്കൊരു സ്പെക്സ് ഹോൾഡറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഞാനത് ഉണ്ടാക്കാൻ മടിച്ചിരുന്നത് കൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ ക്ലേ ഒന്ന് നന്നായി പരത്തി ഇതേപോലെ ഒന്ന് ആക്കിയെടുത്ത് നമ്മൾ ഏത് സ്പെക്സാണ് വെക്കണേ ആ സ്പെക്സ് അതിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു അളവ് എടുത്തിട്ട് നമുക്കതിൻ്റെ പുറമെ വരുന്ന ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേൽഭാഗത്ത് ഇത് അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മേലോട്ടൊന്ന് ആക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നേരെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ആക്കി കൊടുക്കുകയാണ്. അത് മെല്ലെ നമ്മുടെ ആ ഒരു ഇതിന് അനുസരിച്ച് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ ഫുള്ള് ഇതിൽ ആക്കണുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഏത് രൂപത്തിലും വെക്കാം. ഈ ഒരു ഷേപ്പ് തന്നെ വെക്കണം അങ്ങനെയൊന്നുമില്ല. ഞാനിതാ ജസ്റ്റ് ഇതാ ഈ ഒരു ഷേപ്പാണ് ആക്കിയിരിക്കുന്നത്. ഇനി ഇത് വെള്ളമൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ സ്മൂത്താക്കി എടുത്ത് വെള്ളത്തിലൊക്കെ ഒന്നാക്കി ആ ഒരു കണ്ടോ, അതിൽ തന്നെ എൻ്റെ ഫിംഗറിൻ്റെ അടയാളമൊക്കെ ഉണ്ട്, അതൊക്കെ ആക്കി എടുക്കണം. പിന്നെ ഞാൻ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ചെവിൻ്റെ ഭാഗം, അതായത് അങ്ങനെയൊന്നുമില്ല, ഇതില്ലേലും അങ്ങനെയും വെക്കാം. ഞാൻ വെറുതെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ട്രയാങ്കിൾ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിലാക്കിയെടുത്താണ്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അതുമ്മ വെള്ളമൊക്കെ ഒന്ന് ആക്കി ഒന്നിങ്ങനെ ഒന്ന് നല്ല സ്മൂത്താക്കി ആ ഒരു ചെവിയുടെ ഷേപ്പൊക്കെ ഒന്ന് ആക്കി എടുക്കുകയാണ് ഞാൻ. പിന്നെ ആ ഒരു മൂക്കിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് ആ താഴ്ഭാഗത്ത്. ജസ്റ്റ് ഒരു ഷേപ്പാക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി എടുക്കണം. ഡ്രൈ ആയി കണ്ട താഴെ ഞാൻ ചെറിയൊരു പീസും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ യൂസ് ചെയ്ത് ഇതിനെ നന്നായി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്നാക്കി സെറ്റാക്കി നല്ല സ്മൂത്ത് ഉണ്ട് ഇപ്പോൾ കാണാൻ, നല്ലൊരു ഭംഗിയുണ്ട്. എൻ്റെ ആ ഫിംഗറിൻ്റെ അടയാളമൊന്നും വല്ലാണ്ട് കാണുന്നില്ല. പിന്നെ ഞാൻ ആദ്യം ഒരു വൈറ്റ് കളറാണ് ചൂസ് ചെയ്തത്. ഇത് എക്സാക്റ്റ് വൈറ്റ് കളറൊന്നും അല്ല. എന്താണ്, ഞാൻ എല്ലാ ബ്രഷും പാടെ ഇതിലിട്ടിട്ടാക്കിയിട്ട് ഇതിപ്പോൾ വേറൊരു കളറാണ്. അപ്പോൾ ഞാൻ ആ കളറിനെ ചൂസ് ചെയ്ത് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ക്ലേൻ്റെ ഒരു കളർ ഷെയ്ഡും ഇതിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തു. ഇത് അടിച്ചു കൊടുത്ത പാടെ തന്നെ ഇതിൽ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്, കയ്യിലൊന്നും ആവണില്ല. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ണ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു പിക്ചർ ഇതിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെക്സ് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് പ്ലാൻ ചെയ്ത്. അപ്പോൾ അത് ഞാനൊരു നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഞാനിതിൽ ചൂസ് ചെയ്തത്. എന്നിട്ട് അതും കൂടെ ആ ഒരു ലൈനിങ്ങും കൂടെ നേരെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൊക്കെ അടിച്ച് നമ്മുടെ പീലിയൊക്കെ വരച്ച് സെറ്റ് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇടുന്നതാണ് എൻ്റെ സ്പെക്സ്. പക്ഷേ ഇത് വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതല്ലേ, നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളതെന്തും നമുക്കൊരു
ഭംഗി തോന്നും. അപ്പോൾ അതിൽ തന്നെ ആയിരിക്കും നമുക്ക് വെക്കാനും അത് ഇടാനും ഒക്കെ നമുക്ക് തോന്നുക. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഇവിടെയൊന്നും വെക്കില്ല. കണ്ണാടി ഊരിയ ഞാൻ ഇതിൻ്റെ മേലെയാണ് കൊണ്ട് വെക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കയ്യിലാവുക, ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്നുമല്ല വീഡിയോ കാണിക്കുന്നത്. എൻ്റെ കൈ ഇങ്ങനെ ഞാൻ അതിൽ തൊട്ടിട്ട് അതിട്ടപാട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിൽ പെയിൻറ്റ് പിടിക്കുന്നുണ്ട്. അപ്പോൾ സ്പെക്സും കൂടി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഒരു കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ആരും അത് മറക്കരുത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോഴാണ് നമുക്കൊരു ഭംഗി ഇതിൽ തോന്നുള്ളൂ. അപ്പോൾ ബായ്.